ആഗോളതലത്തിൽ 3 രാജ്യങ്ങളിൽ നടന്ന നിർണായക തെരഞ്ഞെടുപ്പുകളിൽ നിലവിലുള്ളവരും വളർന്നു വരുന്നവരുമായ നേതാക്കൾ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിച്ച ദിനമായിരുന്നു ഇന്നലെ. ലോകം പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിനമെന്ന് വേണമെങ്കിൽ പറയാം. പോർച്ചുഗൽ, ജപ്പാൻ, തായ്ലൻഡ് എന്നിവിടങ്ങളിലാണ് നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. പോർച്ചുഗലിൽ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് പെഡ്രോ സെഗൂറോ വൻ ഭൂരിപക്ഷത്തോടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭരണത്തിലും സാമൂഹ്യക്ഷേമ പദ്ധതികളിലുമുള്ള ജനങ്ങളുടെ തുടർച്ചയായ വിശ്വാസം ഉറപ്പിക്കുന്നു. 99% ബാലറ്റുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ സെഗൂറോ 66.7% വോട്ടുകൾ നേടി 5 വർഷത്തെ കാലാവധി ഉറപ്പാക്കി. തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് ചെഗ പാർട്ടിയുടെ ആൻഡ്രി വെഞ്ചുറിയിൽ നിന്നുള്ള വെല്ലുവിളിയെ സെഗൂറോ മറികടന്നു. അവർ 33.3% വോട്ടുകൾ നേടി. 63-കാരനായ അദ്ദേഹം യാഥാസ്ഥിതിക പ്രസിഡന്റ് മാർസലോ റബലോ ഡി സൂസയുടെ പിൻഗാമിയാകും. പോർച്ചുഗീസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് അധികാരമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. പക്ഷേ നിയമനിർമ്മാണത്തെ വീറ്റോ ചെയ്യാനും പാർലമെന്റ് പിരിച്ചുവിടാനും നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താനും കഴിയും. അതേസമയം തായ്ലൻഡിൽ നിലവിലെ പ്രധാനമന്ത്രി മികച്ച തെരഞ്ഞെടുപ്പ് വിജയം നേടി. രാജ്യസ്നേഹം, സ്ഥിരത, ശക്തനായ നേതാവ് എന്നീ വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണം വലിയൊരു വിഭാഗം വോട്ടർമാരെ ആകർഷിച്ചു. 90% വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ ബാങ്കോക്കിലെ 500 സീറ്റുകളുള്ള പാർലമെന്റിൽ അനുട്ടിന്റെ ബുംജൈത്തായി പാർട്ടി 194 സീറ്റുകൾ നേടുമെന്നും പീപ്പിൾസ് പാർട്ടി 116 സീറ്റുകൾ നേടി 2ാം സ്ഥാനത്തെത്തുമെന്നാണ് കരുതുന്നത്. പീപ്പിൾസ് പാർട്ടി നേതാവ് നത്തഫോങ് റുയങ് പന്യാവുഡ് തിരഞ്ഞെടുപ്പ് പരാജയം സമ്മതിച്ചതായി തോന്നുന്നു. അനുട്ടിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെങ്കിൽ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനുട്ടിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം വെറും 3 മാസത്തിനുള്ളിൽ തകർന്നതിനെ തുടർന്നാണ് ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതിനിടെ ജപ്പാനിൽ യാഥാസ്ഥിതിക നേതാവ് സനായി ടാക്കായിച്ചി അമ്പരപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് വിജയം രേഖപ്പെടുത്തി. ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും NDPയുടെ ആദ്യ വനിതാ മേധാവിയുമെന്ന ബഹുമതി ടാക്കായിച്ചി സ്വന്തമാക്കി. അയൺ ലേഡി എന്ന് വിശേഷിക്കപ്പെടുന്ന ടാക്കായിച്ചിയുടെ ഈ മുന്നേറ്റം ജപ്പാന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു നിർണായക നിമിഷമാണ്. കൂടാതെ രാജ്യത്തിന്റെ ഭാവി നയങ്ങളെ ഇത് വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം. വോട്ടെടുപ്പ് അവസാനിച്ച് 2 മണിക്കൂറിനുള്ളിൽ ഭൂരിപക്ഷത്തിന് ആവശ്യമായ 233 സീറ്റുകൾ അവരുടെ പാർട്ടിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി മറികടന്നു. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊന്നിലേക്കാണ് ഇത് വഴി തുറന്നത്. അവരുടെ സഖ്യകക്ഷികളായ ഇഷിൻ എന്നറിയപ്പെടുന്ന ജപ്പാൻ ഇന്നോവേഷൻ പാർട്ടിയെയും ചേർക്കുമ്പോൾ ടാക്കായിച്ചിക്ക് ഇപ്പോൾ മുന്നിൽ 2 സീറ്റുകളുടെ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. നേരത്തെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിലും NDP മികച്ച വിജയം നേടുമെന്ന് പ്രവചിച്ചിരുന്നു. 2017 ശേഷം പാർട്ടി കൈവരിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണിത്. കടുത്ത ചൈന വിമർശകയായ ടാക്കായിച്ചി 2025 ഒക്ടോബറിലാണ് NDPയുടെ നേതാവും ജപ്പാന്റെ പ്രധാനമന്ത്രിയുമായത്. അതേസമയം ടാക്കായിച്ചിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ അറിയിച്ചു. പ്രതിനിധിസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നേടിയ നാഴികക്കല്ലായ വിജയത്തിന് സനായി ടാക്കായിച്ചിക്ക് അഭിനന്ദനങ്ങൾ. ആഗോള സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ വർദ്ധിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ പ്രത്യേക തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം നിർണായക പങ്ക് വഹിക്കുന്നു എന്നാണ് മോദി എക്സിൽ കുറിച്ചത്. ടാക്കായിച്ചിയുടെ കഴിവുറ്റ നേതൃത്വത്തിൽ ഇന്ത്യ ജപ്പാൻ സൗഹൃദം കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു.